നമുക്ക് ഒക്കെ ജീവിതത്തിൽ സപ്പോർട്ടിങ് ഒരു വ്യക്തി നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യും അല്ലേ? അപ്പം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വരും. അപ്പം അവിടെയൊക്കെ ഈ നെഗറ്റീവ് വാക്കുകൾ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാനൊരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും സാരമില്ല, ഞാനില്ലേ കൂടെ എന്ന് പറയുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ആശ്വാസം. ഇപ്പം അത് റിസബിളുള്ള ആളുകൾക്ക് അനുഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അവർക്ക് പല പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ടാവും. അവർ അതിനെങ്ങനെ മാറ്റാൻ കഴിയും എന്നാണ് പല ആളുകളും ചിന്തിക്കുക. അതിനെങ്ങനെ പോസിറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ നിങ്ങൾ അവിടെ അതിനെ പോസിറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ആദ്യം അവർ എന്ത് പറഞ്ഞാലും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ ആരെന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ മോന് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മോള് ഓക്കെയാണ്, എൻ്റെ മോളെ എല്ലാത്തിലും ഉഷാറാവും. അപ്പം അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഈ കുട്ടിയിൽ വരും. അപ്പം അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും, നിങ്ങളുടെ കുട്ടിക്കും ഉണ്ടാവും. അപ്പം ആളുകൾ എന്ത് പറയുന്നു എന്നതിലല്ല കാര്യം, അവരെ സപ്പോർട്ട്. ഇപ്പോൾ സപ്പോർട്ടിങ് നമ്മളിപ്പോൾ ഒരു വ്യക്തി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം നടക്കാൻ കഴിയാത്തൊരു വ്യക്തിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആളുകളുടെ ചിന്താഗതിയാണ് മാറി വരേണ്ടത്. ആ ചിന്താഗതി മാറി വരുമ്പോണ്ടല്ലോ